ഒന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് മനസ്സിലാക്കുക, ആ പ്രൊഡക്റ്റ് ആരാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, ആ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കുക. അത്തരം ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുക. നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് തന്നെ വീണ്ടും വാങ്ങിപ്പിക്കാൻ എന്താണ് വേണ്ടത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തു നിന്ന് പോയിട്ട് ഒരു സാധനം വാങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് അവിടെ തന്നെ പോയി വാങ്ങും. ആ ഒരു സിറ്റുവേഷനെ, അതായത് നമ്മളിലേക്ക് വരുന്ന ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ, അതായത് അവർക്ക് വാല്യൂ കൊടുക്കണം. അവർ തരുന്ന പൈസയേക്കാൾ കൂടുതൽ ലഭിച്ചു എന്ന് അവർക്ക് തോന്നും. അപ്പോൾ ആ തരത്തിലേക്ക് മാറ്റാൻ ഒന്ന് ആ കാര്യം. രണ്ടാമതൊരു കാര്യം, നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. കൃത്യമായിട്ട് നിങ്ങളുടെ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് കോർ വാല്യൂസ് വേണം. ആ കോർ വാല്യൂസിൽ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കേണ്ട ലിസ്റ്റുകളുണ്ടാവും. ഇപ്പോൾ ഒരു സർവീസ് സെക്ടർ ആണെങ്കിൽ ആ സർവീസിലാണെങ്കിൽ 1, 2, 3 റിപ്പോർട്ട് കൊടുക്കണം, 4 ഒരു പ്രസൻറ്റേഷൻ ചെയ്യണം, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതിനൊക്കെ ഒരു സിസ്റ്റം ആവശ്യമാണ്. അപ്പോൾ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം.